മന്ത്രി GRL നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട്. അതുകൊണ്ട് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നു ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന, ഇപ്പം ഒരു ബസ്സിൻ്റെയോ മറ്റ് സമരങ്ങളോ പോലെ അല്ലല്ലോ, ഭക്ഷണം നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്താൻ പാടില്ല. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടെന്താ? വിശപ്പ് രഹിത കേരളമെന്നാണ്, പട്ടിണിയില്ലാത്ത കേരളമെന്നതാണ്. അപ്പോൾ അതിനനുസൃതമായിട്ടാണ് നമ്മൾ പൊതുവിതരണ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ഈ കഴിഞ്ഞ 9 വർഷത്തെ ഗവൺമെൻറ് ഇടപെടലുകൾ. ആ ഇടപെടലുകളിൽ റേഷൻ വ്യാപാരികളും അതിന് സഹകരിച്ചിട്ടുണ്ട്, പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് ഈ സമരത്തിനിടയിൽ, ലോറി കോൺട്രാക്ടർമാരുടെ സമരം കഴിഞ്ഞ 24 ദിവസമായി നടക്കുകയാണ്. ആ സമരത്തിനിടയിലും കേരളത്തിലെ 137 ഊരുകളിൽ കൃത്യമായി റിവ്യൂ നടത്തി സഞ്ചരിക്കുന്ന റേഷൻ അവിടെ എത്തി ഭക്ഷ്യധാന്യ വിതരണം നടത്തിയിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങൾ നടത്തുന്ന അനാഥാലയങ്ങളിൽ, അഗതി മന്ദിരങ്ങളിൽ, നമ്മുടെ പല ഭാഗങ്ങളിലെയും കോളനികളെന്ന് വാക്ക് പറയുന്നില്ല, എന്നാൽ അത്തരത്തിലുള്ള ദുർബല ജനവിഭാഗങ്ങൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിൽ അവർക്കെല്ലാം ഭക്ഷ്യധാന്യം എത്തിക്കാൻ ഒന്നിലധികം തവണ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി കൃത്യമായി എത്തിക്കാൻ ഈ ഗവൺമെൻറ് പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മാധ്യമങ്ങളിലൂടെ ഞാൻ അറിയിക്കുകയാണ്. 60% കുടുംബങ്ങൾ ഈ സമരത്തിനിടയിലും 60% കുടുംബങ്ങൾ ഇന്നലെ രാത്രി വരെ ഭക്ഷ്യധാന്യം റേഷൻ കടകളിലൂടെ വാങ്ങാൻ കഴിഞ്ഞു. അത് കാണിക്കുന്നത് എന്താ? റേഷൻ കടയിൽ ഒരു മാസത്തോളം എന്ന് പറഞ്ഞാൽ എല്ലാ 14,000 കടകളിലും അത് 100%, അങ്ങനെ ഞാൻ അവകാശപ്പെടുന്നില്ല. സാധ്യമായ സാധനങ്ങൾ വയ്ക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിലെല്ലാം അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത് കൊണ്ടാണ് 24-ാം തീയതി റേഷൻ വ്യാപാരികളുടെ ശമ്പള പരിഷ്കരണമെന്ന ആവശ്യത്തിൽ തട്ടി ധനമന്ത്രി KN ബാലഗോപാലുമായുള്ള റേഷൻ വ്യാപാരികളുടെ ചർച്ച പരാജയപ്പെട്ടിരുന്നു. അതിനെ തുടർന്ന് തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് അവർ പോവുകയാണ്. അതിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി GRL.